ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വിഷു ആയിട്ട് നമുക്ക് വിഷു കണി ഒരുക്കാം. അപ്പോൾ വിഷുവിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനല്ല ഒരുക്കുന്നത്, അമ്മയാണ് ഒരുക്കുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുത്തതേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളിത് ആ ഷോക്കേസിൻ്റെ അവിടെയാണ് കേട്ടോ വിളക്ക് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മൾ കണി ഒരുക്കണതും. അപ്പോൾ അമ്മ വന്നിട്ടാണ് നമ്മൾ കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കണിയിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തത് ഒന്നാണ് കണിക്കൊന്ന എന്ന് പറയുന്നത്. പണ്ട് ഈ സമ്പന്നർ വളരെ കുറവല്ലേ, അപ്പോൾ അവർ സ്വർണത്തിന് പകരം വയ്ക്കുന്നതാണ് നമ്മുടെ കണിക്കൊന്ന എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ സമ്പന്നരായാലും മിഡിൽ ക്ലാസ്സിലായാലും എല്ലാവരും കണിയിൽ കണിക്കൊന്ന വയ്ക്കാറുണ്ട്. പക്ഷെ നമുക്കിപ്രാവശ്യം കണിക്കൊന്ന കിട്ടിയില്ല. നമ്മൾ പ്ലാസ്റ്റിക്കിലെ കണിക്കൊന്ന പൂവ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് 3 വർഷം കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരുന്നതാണ്. ഇപ്രാവശ്യം നോക്കിയിട്ട് നമുക്ക് കണിക്കൊന്ന പൂ കിട്ടിയതേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തട്ടത്തിൽ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ചക്കയും മാങ്ങയൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചക്കയും മാങ്ങയൊക്കെയാണ്. പിന്നെ പുറത്തുനിന്ന് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓറഞ്ചും ആപ്പിളും മുന്തിരിയും പഴവും ഒക്കെ. പിന്നെ കൃഷ്ണന് ചാർത്താനായിട്ട് നമ്മൾ ഹാരവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഈ വിഷുവിനെ കാർഷികോത്സവം എന്നാണ് പറയാറ്. അപ്പോൾ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ ഇതിന്. അമ്മുമ്മ പറയാറ് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണെന്ന് പറയും ഈ വിഷു. അങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ പുലർച്ചെ എണീറ്റ് ഭഗവാനെ ഐശ്വര്യത്തോടെയും സമൃദ്ധിയോടെയും കണി കാണുവാണ്. അപ്പോൾ രാവിലെ ആദ്യം തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നേ, പാലട പ്രഥമനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചെറുതായിട്ടൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. സദ്യ എന്ന് പറയാനായിട്ടൊന്നുമില്ല, വലിയ രീതിയിലെ സദ്യയൊന്നുമില്ല, ചെറിയ രീതിയിലൊരു സദ്യ. അപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നിങ്ങളാരും ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടിക്കോണേ. ഓക്കെ, ബൈ.